പത്തനംതിട്ട ആറന്മുളയിൽ വീണ്ടും വീടുകളിൽ വെള്ളം കയറുന്നു. ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. NDRFിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മാർട്ടിൻ ജോസഫ് വിശദാംശങ്ങളുമായി. മാർട്ടിൻ, വീടുകളിൽ നിന്ന് ആളുകൾ മാറിപ്പോകണമെന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം ഉദ്യോഗസ്ഥരടക്കം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ഒഴിഞ്ഞു പോകാത്ത വീടുകളുണ്ടോ? ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോഴും വെള്ളം കയറുന്നത്? എന്താണ് ആ മേഖലയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ? സൈഫുദ്ദീൻ, ഇപ്പോൾ ആറന്മുള കോഴഞ്ചേരി ഭാഗത്താണ് അതിതീവ്രമായിട്ടുള്ള ഈ വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നത്. നമ്മൾ രാവിലെ ഇപ്പോൾ ഈ ഒരു കാണുന്ന ബോട്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു മത്സ്യബന്ധന ബോട്ടാണ് ഇത്. ആ ഒരു തവണ ആളെ ഇറക്കിക്കഴിഞ്ഞ് ഇനി തിരികെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. മാത്രമല്ല ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ളവർ അവർ കൊണ്ടുപോകുന്നുണ്ട്. ആ പ്രദേശത്ത് നിരവധി ആളുകൾ ഇനിയും തങ്ങി നിൽപ്പുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചേട്ടാ പോകണോ? ഒരു മിനിറ്റ്. അവിടെ ആൾക്കാരുണ്ടോ? അവിടെ ഇനിയും ഒരു ഏരിയയില് 10-40 പേര് അവിടെ കിടപ്പുണ്ട്. അവരെ ഇപ്പം മാക്സിമം വരെ അതിനകത്ത് ഹാൻഡിക്രാഫ്റ്റ് ആൾക്കാരുണ്ട്. അവരെ കൂടെ എടുക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ ബാക്കി പ്രായമുള്ളവർ വേറെ ആൾക്കാരുണ്ട്. എല്ലാവരും നോക്കുക. അപ്പം ഇതാണ് സൈഫുദ്ദീൻ പറയുന്നത്. നിരവധി ആളുകൾ ഇനിയും അവിടെ കിടപ്പുണ്ട്. അതായത് രോഗികളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് ഇനിയും കിടപ്പുണ്ട്. 40ഓളം ആളുകൾ ഇനിയും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മത്സ്യബന്ധന തൊഴിലാളികളാണ്. അവർ ഈ ബോട്ടുമായിട്ട് രക്ഷപ്പെടുത്താനുള്ള യാത്രയിൽ വീണ്ടും പോകണം. ഒരു ട്രിപ്പ് ഇപ്പോൾ വന്ന് കുറച്ചുപേരെ ഇറക്കി ക്യാമ്പുകളിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കും മാറ്റുന്നതിനുള്ള നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇനി അടുത്ത ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും വലിയ തോതിൽ റോഡുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് പമ്പയാറുമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പ്രദേശത്താണ് നിൽക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് കോഴഞ്ചേരി ഉള്ളത്. അവിടെയും സമാനമായ രീതിയിൽ തന്നെ റോഡിലും പലയിടങ്ങളിലും വെള്ളം കയറിയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത് ഒന്ന് തോർന്ന സമയത്ത് ആളുകൾ കരുതിയത് ഇനി വെള്ളം ഇറങ്ങിപ്പോകും എന്നാണ് ആളുകൾ കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ രാത്രി വീണ്ടും മഴ പെയ്യുകയും ഇന്ന് രാവിലെ ഡാം തുറന്നു വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിയെത്തുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് പകൽ അധികം മഴ പെയ്തിട്ടില്ലെങ്കിൽ കൂടിയും വെള്ളത്തിൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള ഒഴുക്ക് ഈ പ്രദേശങ്ങളിൽ മുഴുവനുണ്ട്. ഈ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. വലിയ തോതിലുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ മുങ്ങിപ്പോട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് ഹെലികാം വിഷ്വൽസ് നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് കുറച്ച് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ ആ ഒരു വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആളുകൾ അവിടെ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ ആ വിഷ്വൽസിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. സൈഫുദ്ദീൻ, എന്തായാലും നിരവധി ആളുകളെ ഇനിയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വള്ളം ഇനിയും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതാണ്ട് 40ഓളം ആളുകളെയും ഇനിയും രക്ഷപ്പെടുത്താനുണ്ട് എന്നുള്ളൊരു വിവരമാണ് അവരും പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇനിയും നിരവധി വീടുകൾ ആ പ്രദേശത്തുണ്ട്. ഒരുപാട് പ്രായമായിട്ടുള്ളവർ ഉള്ള നിരവധി ആളുകൾ പോയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ കുറച്ച് പേരോട് നമ്മൾ സംസാരിച്ചിരുന്നു. പ്രായമായിട്ടുള്ള ചില ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ കരുതിയിരുന്നത് ഇന്നലെ തന്നെ വെള്ളം ഇറങ്ങുമെന്നാണ് അവരും കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു വെള്ളം വന്നതോടുകൂടിയാണ് വീടുകളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നതും പിന്നീട് വള്ളത്തിൽ കയറി തിരികെ ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നതും. എന്തായാലും രാവിലെ മുതൽ നമ്മളിവിടെ വന്നപ്പോൾ മുതൽ രാവിലെ 7 മണി മുതൽ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ വന്നപ്പോൾ മുതൽ ഈ പ്രദേശത്ത് നിരവധി ആളുകളെ വെളുപ്പിനെ മുതൽ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് നിരവധി ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളെ ബന്ധുവീടുകളിൽ അടക്കം എത്തിക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും രാവിലെ ഒരു വള്ളമായിരുന്നു ഈ പ്രദേശത്ത് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 2-3 വള്ളങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ലോറികളിൽ വള്ളം കയറ്റി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അപ്പുറത്തെ റോഡിൽ കാണാൻ സാധിക്കും. എന്തായാലും നിരവധി ആളുകളെ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈഫുദ്ദീൻ, ആറന്മുളയിൽ നിന്നുള്ള ഹെലികാം ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന. ഒരു പക്ഷേ 2018 ശേഷം ഇത്രയും ഭീകരമായൊരു സാഹചര്യം ആ മേഖലയിൽ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഇനിയും ഈ വെള്ളം മുങ്ങിയ എന്ന് വെച്ചാൽ വീടിൻ്റെ ചുറ്റുഭാഗവും വെള്ളം മുങ്ങിയ നിലയിലുള്ള വീടുകളിൽ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 40-40ഓളം പേര് ഇനിയും ക്യാമ്പുകളിലേക്ക് മാറ്റാനുണ്ടെന്ന വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധി മാർട്ടിൻ ജോസഫ് അവിടെ നിന്ന് നൽകുന്നത്. പലരും ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു വന്നവരുണ്ട്. വെള്ളം ഇറങ്ങിപ്പോകുമല്ലോ എന്ന് വിചാരിച്ച്
വീടിൻ്റെ 2ാം നിലയിൽ തങ്ങിയവരുണ്ട്. പക്ഷെ വെള്ളം കയറി തുടങ്ങുന്നു, വീണ്ടും കയറുന്നു എന്ന വിവരങ്ങളാണ്, ആശങ്കയേറ്റുന്ന വിവരങ്ങളാണ് ആ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ഇറങ്ങും എന്ന് വിചാരിച്ച് മുകൾ തട്ടിൽ കഴിയുന്നവരൊക്കെ വേഗത്തിൽ സുരക്ഷിതമായി മാറണം, ക്യാമ്പുകളിലേക്ക് മാറണം എന്ന ആവശ്യം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി ആളുകൾ സഹകരിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ മാർട്ടിൻ ജോസഫ് നിന്നിരുന്ന ആ ഭാഗത്ത് തന്നെ 10-40ഓളം ആളുകൾ ഇനിയും മാറ്റാനുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്തായാലും NDRF, SDRF സംഘങ്ങളും ഇപ്പം മത്സ്യത്തൊഴിലാളികളും ആ ഭാഗങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. മാർട്ടിൻ ജോസഫ് തുടരുന്നുണ്ട്. മാർട്ടിൻ, ഈ ഒരു 40 പേരെ ഇനിയും മാറ്റാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ ഇപ്പോഴും മാറാൻ കൂട്ടാക്കാതെ അവിടെ നിൽക്കുന്നതാണോ അതോ മാറ്റാനുള്ള നടപടികൾ തുടരുന്നുണ്ടോ? സൈഫുദ്ദീൻ, അവരെ മാറ്റാനുള്ള നടപടികൾ തുടരുന്നുണ്ട്. അവർക്കും ഇതിനോടകം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനിയും വീടുകളിൽ തുടർന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു സത്യം അവർ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ വെള്ളം ഉയർന്നപ്പോൾ അവരോട് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നോളാം എന്നുള്ളൊരു നിലപാടിലായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, അവർ ക്യാമ്പുകളിലേക്ക് വരാത്തൊരു നിലപാട് പലരും സ്വീകരിച്ചിരുന്നു. അത് അവരുടെ തെറ്റല്ല, വീടുകളിൽ നിന്ന് വിട്ടു പോകാനുള്ള ഒരു വൈമുഖ്യത തന്നെയാണ് ആ ഒരു പ്രശ്നമുണ്ടാക്കിയത്. സാധാരണ വരുന്നത് പോലെ ഒരു വെള്ളപ്പൊക്കമാണ്, അത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകുമെന്നൊരു കണക്കുകൂട്ടലിലാണ് അവർ അത്തരത്തിലൊരു നിലപാടെടുത്തത്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വീട് വിട്ടിറങ്ങുന്നതിനുള്ള ഒരു വൈമുഖ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ മാത്രമല്ല, ചിലർ കിടപ്പ് രോഗികളായിട്ടുള്ളവരും പ്രായമായിട്ടുള്ളവരും അത്തരത്തിൽ ഈ മഴയത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും അവർ അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്നാൽ സാഹചര്യം അതല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നത് ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ്.